ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല അവസാന നാളുകളിൽ തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ലഹരി മാഫിയയുടെ അടിവേര് അറക്കാൻ. എന്നാൽ ഭരണം മാറി ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് ഭരണം എത്തിയതോടെ 10 വർഷം ഈ ലഹരി മാഫിയകൾക്ക് കേരളത്തിൽ അടിഞ്ഞാടാനുള്ള ഒരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ കേരളത്തിലേക്ക് വലിയ രീതിയിൽ ലഹരി വസ്തുക്കൾ കൊണ്ട് എത്തിക്കുന്നത്. അതിന്റെ വേറിറക്കാൻ നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞില്ല. ആഭ്യന്തരമന്ത്രി, അതായത് ആഭ്യന്തര വകുപ്പൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പിണറായി വിജയന്റെ പോലീസിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയാം, നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ തന്നെ പാകിസ്ഥാനിലെ ISI വലിയ രീതിയിൽ ലഹരി കേരളത്തിലേക്ക്, അത് നമ്മുടെ ഭാരതത്തിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂരിനെ ഒന്ന് ലഹരി വിമുക്തമാക്കിയാൽ ബാക്കി അതിന്റെ പടി തന്നെ, അതിന്റെ ഓരോ പടിയായിട്ട് കേരളത്തിലെ മറ്റ് ജില്ലകളിലും ലഹരി മാഫിയകളുടെ വേര് അറക്കും, അല്ലെങ്കിൽ അവർ തനിയെ തന്നെ നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. എന്നാൽ വീണ്ടും ഇപ്പോൾ UDF അധികാരത്തിലെത്തിയതോടെ രമേശ് ചെന്നിത്തല തന്നെ ആഭ്യന്തരമന്ത്രിയാകുകയും ചെയ്തതോടെ ഒരു നിർണായകമായ ഒരു നീക്കമാണ് അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് പോലീസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നടന്നത്. DGPയുമായിട്ടും കമ്മീഷണറുമായിട്ടും ഇന്റലിജൻസിലെ മേധാവിയുമായിട്ടൊക്കെ രമേശ് ചെന്നിത്തല നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രമേശ് ചെന്നിത്തല നിർണായകമായ ഒരു ഓപ്പറേഷനെ പറ്റി ഇപ്പോൾ പറയുന്നത്. അതായത് ഈ കേരളത്തിലെ ലഹരി മാഫിയകളെ തകർത്ത് തരിപ്പണമാക്കാൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹം ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. കൂടാതെ ഈ 484 പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിൽ ഉടനീളമുള്ള ഈ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു സമഗ്രമായ ഒരു മാറ്റം നടത്താനാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു നീക്കം നടത്താനായിട്ട് പോകുന്നത്. അതിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് പോലീസ് എപ്പോഴും ഒരു ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റും. അതായത് പോലീസ് എപ്പോഴും ഒരു ജനസേവ അല്ലെങ്കിൽ ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ ആക്കണം എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അങ്ങനെ പേരിന് മാത്രം ഒരു ബോർഡ് വെച്ചിട്ട് ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോലീസ് സ്റ്റേഷനാണെന്ന് ഒരു ബോർഡ് മാത്രം തൂക്കിയാൽ പോരാ. അതിന്റെ അകത്ത്, പോലീസ് സ്റ്റേഷന്റെ അകത്തും ഒരു ജനങ്ങളൊക്കെ ഒരു കയറി ചെല്ലാനും ഏത് സമയത്തും ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിക്കുമെന്ന ഒരു ബോധം ജനങ്ങളിലേക്ക് സൃഷ്ടിക്കുക എന്നൊരു നീക്കമാണ്. അങ്ങനത്തെ ഒരു ഇടപെടൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പരാതികൾ സമചിത്തതയോടുകൂടി കേൾക്കണമെന്നും വരുന്ന വ്യക്തി, അത് ആരാണോ പരാതിയുമായിട്ട് വരുന്നവരെ മാന്യമായ രീതിയിൽ സഭ്യമായ ഭാഷയിൽ അവരോട് പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിന് SA ആയിരുന്നാലും ശരി, CA ആയിരുന്നാലും ശരി, DYSP ആയിരുന്നാലും ശരി, കാക്കി യൂണിഫോം ഇട്ട ഏത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി, പൊതുജനങ്ങളോട് മാന്യമായ രീതിയിൽ പെരുമാറണമെന്ന ഒരു നിർദ്ദേശം, കർശനമായ ഒരു നിർദ്ദേശം രമേശ് ചെന്നിത്തല നൽകുകയാണ്. കൂടാതെ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ ഈ വാഹനങ്ങൾ കെട്ടിക്കിടപ്പുണ്ട്. അതായത് ഓരോ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളാണ്. അതിനെയൊക്കെ ഉടനടി തന്നെ നീക്കം ചെയ്യുമെന്ന് അദ്ദേഹം ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കൂടാതെ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പദ്ധതി കേരള പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട്, കോളേജ് കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്കൂൾ പരിസരങ്ങൾ, കോളേജ് പരിസരങ്ങളിലൊക്കെയാണ് ഈ ലഹരി മാഫിയകൾ വലിയ രീതിയിൽ തന്നെ തമ്പടിച്ച് അവിടെ ഈ ചെറിയ പാക്കറ്റുകളിലാക്കി ലഹരി വസ്തുക്കൾ കുട്ടികൾക്കൊക്കെ വിൽപ്പന നടത്തുന്നത്. ഈ സ്കൂൾ പരിസരങ്ങളുടെ ഇടയിൽ ചെറിയ ബേക്കറി കടകൾ, ഐസ്ക്രീം പാർലറുകൾ, അതോടൊപ്പം തന്നെ ജ്യൂസ് കടകൾ എന്നിവയൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ തലപൊക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ ഒളിച്ചും പാത്തുമൊക്കെ ഇവർ ഈ കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട് എന്ന ഒരു പരാതി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ത്രെഡ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കേരള പോലീസിന് ലഭിച്ചതാണ്, എക്സൈസിനും ലഭിച്ചതാണ്. അങ്ങനെ ഈ സ്കൂൾ പരിസരങ്ങളിൽ, അതുകൊണ്ടാണ് സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ഒരു 100-150 മീറ്റർ ആ പരിധിയിലേക്ക് ഒരു തരത്തിലുമുള്ള ലഹരി വസ്തുക്കൾ വിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജൂൺ 1 മുതൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിലേക്ക് ലഹരി മാഫിയകളുടെ വേര് തകർക്കാനായിട്ട് ഒരു നിർണായക നീക്കം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ
ആക്രമണങ്ങൾ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കും, അതിൽ യാതൊരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. കൂടാതെ ജനമൈത്രി പോലീസ് ശക്തമാക്കും, ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നും പറയുന്നുണ്ട്. കൂടാതെ പോലീസ് ട്രെയിനിങ്ങിലെ സിലബസിൽ ഒരു സമഗ്രമായ ഒരു പരിഷ്കാരം കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത്. കൂടാതെ സൈബർ ക്രൈം ഇന്നത്തെ കാലത്ത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം സൈബർ ക്രൈമുകൾ രൂക്ഷമാകുന്ന ഒരു കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിൽ 2 മാസത്തിന് മുന്നേ ഒരു മലപ്പുറത്ത് ആണെന്ന്, കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിൽ ഒരു മുസ്ലിം യുവതി ഒരു യുവാവ് ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ യുവാവ് മുസ്ലിം യുവതിയുടെ ദേഹത്ത് കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഒരു റീലൊക്കെ ചെയ്തുകൊണ്ട് ആ യുവാവിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. അവസാനം ആ യുവാവ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തി. അപ്പോൾ സൈബർ ക്രൈം വലിയ രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. കൂടാതെ സൈബർ അധിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി പാവങ്ങളെ പോലും അനാവശ്യമായ രീതിയിൽ ചിത്രീകരിക്കുന്ന പല സംഭവങ്ങളുമുണ്ട്. അതിനെയൊക്കെ ഒന്ന് പിടിച്ചിടാൻ, അതിൽ സൈബർ ക്രൈം മേഖലയിൽ ശക്തമാക്കാനായിട്ടുള്ള ഒരു നിർണായകമായ ഒരു നീക്കങ്ങളും രമേശ് ചെന്നിത്തല ഈ ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിന് ശേഷം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതായത് അടിമുടി ഒരു മാറ്റം സൈബർ മേഖലയിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കം. അതായത് എന്തെങ്കിലും കാണുമ്പോൾ വെറുതെ ഫോൺ എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവനെ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കർശനമായ ഒരു നടപടി ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. ആര് കടന്നു ചെന്നാലും ആദ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ഗുഡ് മോർണിംഗ് പറയണമെന്നൊരു നിർദ്ദേശവും ഇപ്പോൾ രമേശ് ചെന്നിത്തല വെച്ചിട്ടുണ്ട്. പരാതി പറയാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യവുമായി ഒരു പൊതുസമൂഹം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ ആദ്യം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ആതിഥ്യ മര്യാദയോടുകൂടി അവരെ സ്വീകരിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. സ്വീകരിച്ചിരുത്തി അവരുടെ പരാതികൾ കേൾക്കാനും, ഇപ്പോൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ അവർക്ക് അതിനുള്ള ഒരു മാനസിക പരിഗണന നൽകണം. ഈ 3ാം തര ഗുണ്ടായാസം അല്ലെങ്കിൽ 3ാം തര ഗുണ്ടാ പരിപാടികളൊന്നും പോലീസ് സ്റ്റേഷനിൽ, അതായത് 3ാം മുറയൊന്നും പോലീസ് സ്റ്റേഷനിൽ പാടില്ല എന്നൊരു സന്ദേശം കൂടി രമേശ് ചെന്നിത്തല നൽകുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി തന്നെ സൂക്ഷിക്കാനുള്ള നടപടികൾ എടുക്കണമെന്നും സ്റ്റേഷനുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ ഒരു മുഖം ഇനി വരാൻ പോകുന്നു എന്നാണ് ചെന്നിത്തല പറയുന്നത്. പോലീസുകാരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ ഒരു മാറ്റമുണ്ടാകും. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും കേരള പോലീസ് ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. സ്റ്റേഷനിലേക്ക് SIമാരും CIമാരും DYSPമാരും ഉണ്ടാകണമെന്നും അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് പഠിക്കാൻ 5-അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ചെന്നിത്തല പറയുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും. കൂടാതെ സംസ്ഥാനത്ത് വ്യാപകമായി ലഹരി മാഫിയക്കെതിരെ, അതായത് ലഹരി മരുന്നിനെതിരെ ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹാണ്ട് എന്ന പേരിൽ കേരള പോലീസ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഈ ലഹരി മാഫിയകൾ ഈ മുട്ടായിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഈ മെഡിസിന്റെ രൂപത്തിൽ, ചെറിയ ചെറിയ ടാബ്ലറ്റിന്റെ രൂപത്തിൽ, അതോടൊപ്പം തന്നെ ചെറിയ ഈ സിപ്പപ്പൂ അല്ലെങ്കിൽ പപ്സ് അങ്ങനത്തെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഈ ലഹരി മരുന്നുകൾ വെച്ചിട്ടൊക്കെ ലഹരി മാഫിയകൾ വലിയ രീതിയിൽ നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള ചെറിയ ഇൻപുട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തകർക്കാൻ വേണ്ടിയും, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ കാണുന്നത് പോലെയല്ല ലഹരി മാഫിയകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടുപോകുന്നത്. അവർ പലതരത്തിലുമുള്ള രീതികൾ അവർ ഇതിലേക്ക് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം പഠിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് ഈ ലഹരി മാഫിയകളുടെ വേര് അറുത്ത് മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കേരള പോലീസ് എടുക്കുന്നത്. അതായത് താഴെ തട്ടിലുള്ള ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്തിട്ട് കാര്യമില്ല. ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ബഡാ ചെയിനുണ്ട്. ആ ചെയിനിനെ നമ്മൾ എന്നേക്കുമായി നശിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് തന്നെ താഴെ ഇരിക്കുന്നവരുടെ ആ ചെയിനുകളും സ്വാഭാവികമായി തന്നെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.